ഈ ഒരു ഡോക്ടർ പ്രൊഫഷനിലാണല്ലോ, അല്ലെങ്കിൽ ഡെൻ്റൽ സർജൻ പ്രൊഫഷനിലാണ് നമ്മൾ ടീച്ചിങ്ങിലോട്ട് വന്നത്. അപ്പോൾ ഈ രണ്ട് ജോലിയും ഇപ്പം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? പക്ഷേ ടീച്ചിങ് പ്രൊഫഷൻസിൽ നമുക്കെല്ലാം ആസ്വദിച്ചുകൊണ്ട് ചെയ്യാം. ഒരു ആസ്വാദനം, കുട്ടികളെ പഠിപ്പിക്കാം, നേച്ചേഴ്സ് എല്ലാം കാണാം. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി തരുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ എനിക്ക് ടീച്ചിങ് പ്രൊഫഷനോടാണ് പണ്ടേ താല്പര്യം. അപ്പം ഡെൻറ്റിസ്റ്റായി ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ റിസ്ക്കാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളെയൊക്കെ നമ്മളിവിടെ ഇരുത്തി അവരുടെ അറ്റൻഷനൊക്കെ സീക്ക് ചെയ്ത് നമ്മളവരെ പഠിപ്പിച്ചെടുക്കുന്നത് ഒരു ടാസ്ക് തന്നെ. ഇതാണ് എൻ്റെ ഇളയ മോള് സഹ്റ ബിൻത് ഹാസിഫ്. നിനക്ക് ആരാവണം? ടീച്ചറാവണം അല്ലേ? എത്ര വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്? എല്ലാവർക്കും എൻട്രി എലിവേറ്റ് മോണ്ടിസോറി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് സഹിറ ബീഗം എന്ന് പറയുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരി ഒരു ഡെൻ്റൽ സർജനാണ്. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടാണ് പുള്ളിക്കാരി കുറച്ച് ഫേമസ് ആക്കുകയൊക്കെ ചെയ്തു. കാരണം ഡെൻ്റൽ സർജനിൽ നിന്ന് അധ്യാപനത്തിലേക്ക് ചുവട് വെച്ച വ്യക്തിയാണ്. അപ്പം ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ സഹിറ ബീഗം നമ്മളോട് ഒന്ന് ഷെയർ ചെയ്യും. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹായ് മാം. ഹലോ. അപ്പം അധികം ഇൻട്രൊഡക്ഷനൊക്കെ ഒന്നും പോകുന്നില്ല, ഡയറക്റ്റ് ചോദിക്കുകയാണ്. ഈ ഒരു ഡെൻ്റൽ സർജനിൽ നിന്ന് അധ്യാപനത്തിലേക്കാണ് മാം വന്നിരിക്കുന്നത്. ആ ഒരു ലൈഫ് ജേർണി ഒന്ന് പറയാമോ? എൻ്റെ പണ്ടേ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു ടീച്ചർ ആവുക എന്നുള്ളത്. പിന്നെ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് പിന്നെ എൻ്റെ ഇതൊക്കെ മാറി ഞാനൊരു ഡെൻ്റൽ സർജൻ ആവുകയാണ് ചെയ്തത്. ദൈവനിശ്ചയം ഡെൻ്റൽ സർജൻ ആവാനായിരുന്നു, അപ്പോൾ അതായി. പക്ഷേ എന്നാലും എൻ്റെ ടീച്ചർ ആവുക എന്നുള്ളൊരു ആഗ്രഹം ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ വീണ്ടും എനിക്ക് ടീച്ചറാവുക എന്നുള്ളൊരു ഇൻസ്പിറേഷൻ വന്നത് എനിക്ക് രണ്ടാമതൊരു കുട്ടിയും കൂടെ ഉണ്ടായപ്പോൾ അവളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് ടീച്ചറാവണം എന്നുള്ളൊരു എൻ്റെ ഒരു മോഹം വീണ്ടും എനിക്ക് വന്നു തുടങ്ങിയത്. അപ്പം ഞാനൊരു ലക്ഷദ്വീപുകാരിയാണ്. അപ്പം ഞാൻ 10th വരെ പഠിച്ചത് ലക്ഷദ്വീപിലാണ്. ഒരു അപ്പർ പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്ക് ഒരു ടീച്ചറാവണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ ഇളയ മോളുണ്ടായി, അവളെ പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ പ്രൊഫഷനിലേക്ക്, ഈ ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് വേണമെന്ന് തോന്നി തുടങ്ങിയത്. അപ്പോൾ ഇളയാളെ പഠിപ്പിക്കുന്ന ടെക്നിക്സ് മൂത്തയാളെ പഠിപ്പിച്ച ടെക്നിക്സും രണ്ടാണ്. ഇളയാൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇങ്ങനെയല്ല ഉമ്മച്ചി പഠിപ്പിക്കേണ്ടത്, മിസ്സ് പഠിപ്പിക്കുന്ന രീതി വേറെയാണ്. അപ്പോൾ എനിക്കും കുറച്ച് കൂടുതൽ ഈ ടെക്നിക്സ് ഒന്ന് പഠിക്കണം. അപ്പം ഡെൻറ്റിസ്റ്റായി ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ റിസ്ക്കാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം കുട്ടികളെയൊക്കെ നമ്മളിവിടെ ഇരുത്തി അവരുടെ അറ്റൻഷനൊക്കെ സീക്ക് ചെയ്ത് നമ്മളവരെ പഠിപ്പിച്ചെടുക്കുന്നത് ഒരു ടാസ്ക് തന്നെ. മൂത്തയാളെ പഠിപ്പിക്കാന്ന് വെച്ചാൽ അവൻ്റെ രീതി അല്ല, അവനൊരു ആൺകുട്ടിയാണല്ലോ. അപ്പം അവനധികം ഒന്നും ചോദിക്കില്ല, അവനെ ഞാൻ പഠിപ്പിക്കും, ഞാനിങ്ങനെ അവനതിലേക്കൊക്കെ അഡ്ജസ്റ്റഡ് ആയി പോകും. പക്ഷെ ഇയാൾ നന്നായിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇങ്ങനെയല്ല, അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പോയാൽ പോരാ, ഉമ്മച്ചി കുറച്ചുകൂടെ അങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു മറ്റേ BEd എടുക്കണോ, BEd വേണോ എന്നൊരു തീരുമാനം. അപ്പം ഡിഗ്രി ഉണ്ടല്ലോ, BSc. അപ്പം പിന്നെ BEd ഒക്കെ എടുത്തു കഴിയുമ്പോൾ വേറൊരു അപ്പർ പ്രൈമറിയിലേക്കോ അങ്ങനെ വേറെ ഇതിലേക്ക്, അപ്പോൾ എനിക്ക് അതിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും ഞാൻ ഇഗ്നോയിലൊക്കെ പോയി സെർച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ അവിടെ എന്തെങ്കിലും എനിക്ക് എൻ്റെ ആഗ്രഹത്തിനാണെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ ഇഗ്നോ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ടീച്ചിങ് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ ആഡ് ഞാൻ കാണാനിടയായി എൻ്റെ ഫേസ്ബുക്ക് പേജിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മോണ്ടിസോറി TTCയിലേക്ക് വരാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് കൂടുതൽ പഠിച്ചു. അപ്പോൾ ഈ മോണ്ടിസോറി TTC എങ്ങനെ വന്നു, അത് ഒരു ഡോക്ടറാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി, മറിയ മോണ്ടിസോറി. അപ്പോൾ അവരൊരു ഫിസിഷ്യനായിരുന്നു, ഇറ്റാലിയൻ ഫിസിഷ്യനായിരുന്നു. പിന്നെ അവർ പ്രാക്ടീസിങ് ലൈഫിലാണ് അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള പിള്ളേരെ ചികിത്സിക്കേണ്ടി വന്നപ്പം പിന്നെ അവർ ആ പ്രൊഫഷൻ മാറ്റി സ്കൂളിലേക്ക് വന്നതും അപ്പോൾ ഇങ്ങനെ ഒരു ടീച്ചിങ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഈ പ്രൊഫഷനിലേക്ക് വരാൻ തന്നെയുള്ള കാരണം. എൻട്രിയിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഏതൊക്കെ PG ഡിപ്ലോമ അല്ലായിരുന്നു? അതെ, PG ഡിപ്ലോമ. ബാച്ച് 05 ബാച്ചാണ്. അപ്പം ആ ഒരു അനുഭവം ഷെയർ അതൊക്കെ ഒന്ന്. അപ്പം ഇവിടുത്തെ മെൻറ്റേഴ്സും ഇവിടുത്തെ ടീച്ചേഴ്സും വളരെ നല്ല, എസ്പെഷ്യലി സർഫുദ്ദീൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ വളരെ നല്ലതാണ്. സർഫുദ്ദീൻ സാർ ആ ക്ലാസ് എല്ലാം മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ടാണ് നമുക്ക് ആ PDF വായിക്കാൻ തരിക. അപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടുത്തെ മെൻറ്റേഴ്സ് ആയാലും നമ്മൾ എപ്പോൾ വിളിച്ചാലും അവർക്ക് അപ്പോൾ ആൻസർ ചെയ്യും. അപ്പുറം പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ അവർ തിരിച്ചു വിളിക്കും. പിന്നെ നമ്മുടെ ടീച്ചിങ് ഗൈഡായിട്ടുള്ള സജിത മിസ്സും വളരെ നല്ല മിസ്സാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
വളരെ നല്ല ഒരു ടീമാണ് നിങ്ങൾ. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു ഡോക്ടർ പ്രൊഫഷനിലാണല്ലോ അല്ലെങ്കിൽ ഡെൻ്റൽ സർജൻ പ്രൊഫഷനിലാണ് നമ്മൾ ടീച്ചിങ്ങിലോട്ട് വന്നത്. അപ്പോൾ ഈ രണ്ട് ജോലിയും ഇപ്പം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഈ ഒരു രണ്ട് ജോബിലും തമ്മിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, രണ്ട് ജോബും രണ്ട് രീതിയാണല്ലോ, രണ്ട് പ്രൊഫഷനാണ്, നോബിളായിട്ടുള്ള പ്രൊഫഷനാണ്. ആ ഒരു ജോബിൻ്റെ ആ ഒരു കമ്പാരിസൺ ആയിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാമോ? ഇപ്പോൾ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഡെൻറ്റിസ്റ്റ് ആകുമ്പം നമ്മളൊരു 4 ചുവരുകൾക്കുള്ളിലാണ്. അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നതും പുറത്ത് വെയിൽ വരുന്നതൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ ക്ലിനിക്കിനകത്താണ്. അപ്പോൾ നമ്മുടെ ക്ലിനിക്സിനകത്ത് നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് പ്രിപ്പറേഷൻ, ഒരു ക്രൗൺ ഇടാനുള്ള കുറച്ച് സമയമൊക്കെ എടുത്ത് ഒരു ഇതാക്കി കുറേ സമയമൊക്കെ എടുത്തായിരിക്കും. പക്ഷേ ടീച്ചിങ് പ്രൊഫഷൻ നമുക്കെല്ലാം ആസ്വദിച്ചുകൊണ്ട് ചെയ്യാം. ഒരു ആസ്വാദനം, കുട്ടികളെ പഠിപ്പിക്കാം, നേച്ചേഴ്സ് എല്ലാം കാണാം. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി തരുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ എനിക്ക് ടീച്ചിങ് പ്രൊഫഷനോടാണ് പണ്ടേ താല്പര്യം. പിന്നെ ദൈവനിശ്ചയം ഞാനൊരു ഡെൻറ്റിസ്റ്റായി. ആ പ്രൊഫഷനും എനിക്ക് ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഭാവിയിലൊരു സ്കൂളൊക്കെ മോണ്ടിസോറി സ്കൂൾ തുടങ്ങണമെന്ന് തന്നെയാണ്. അപ്പം അതിന് ഈ ടീച്ചിങ് പ്രൊഫഷൻ പഠിച്ചേ മതിയാവൂ. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. രണ്ട് ജോലിയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് കോൺഫിഡൻ്റ് ആണോ? അപ്പം നമ്മളിപ്പം ഒരു പുതിയ വെഞ്ചേഴ്സ് തുടങ്ങുമ്പോൾ അതിനാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പം മറ്റേ പ്രൊഫഷൻസ് നമ്മുടെ പ്രൊഫഷനാണ്, അത് കളയാൻ പറ്റില്ല. അപ്പം അതൊരു ഷിഫ്റ്റ് എന്ന രീതിയിൽ ആക്കിയെടുക്കാൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മോക്ക് വേണ്ടിയിട്ടാണ് മോണ്ടിസോറിലോട്ട് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം ഇപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നു. അപ്പം ലൈഫിൽ ആ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, മോണ്ടിസോറി കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം എത്ര അതിൽ വിജയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്? മോളുടെ കാര്യത്തിൽ മോളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ കാരണം പിള്ളേരെ പഠിപ്പിക്കുന്നതിന് ആദ്യം വേണ്ടത് കുറച്ച് ക്ഷമയും കാര്യങ്ങളുമാണ്. പിന്നെ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറേ അപ്രോച്ചസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലൂടെ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പോൾ കുട്ടികളോട് ഇങ്ങനെ ലെക്ചർ ചെയ്ത് പഠിപ്പിച്ചാലൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ ആസ്വദിക്കുന്ന രീതിയിൽ വേണം, കഥയിലൂടെ അങ്ങനെ പല രീതിയിലും വേണം പഠിപ്പിക്കാൻ. അത് നമ്മൾ വെറുതെ പഠിപ്പിക്കാൻ പോയാൽ അത് പറ്റില്ല. അത് ഇങ്ങനെ പഠിപ്പിച്ച് വേണം പറയാൻ. ഇപ്പം നമുക്ക് ഒരു മോളെ പഠിപ്പിക്കണമെങ്കിൽ ഇപ്പം എൻ്റെ മകൻ്റെ കുട്ടികൾ ഇപ്പോൾ ഗ്രാൻഡ് ചിൽഡ്രൻസ് ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് എൻജോയ്മെൻ്റ് ആക്കി മാറ്റാം. ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇതൊരു നല്ലൊരു പ്രൊഫഷനാണ്. ടീച്ചിങ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വളരെ മിസ്സാണെങ്കിൽ ഇപ്പം നമ്മൾ മിസ്സ് പറയും, മിസ്സ് ഒരു വോയിസ് ക്ലിപ്പ് ഇടും. അപ്പോൾ മിസ്സ് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ മിസ്സ് അതിൻ്റെ കൂടെ ഇടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം, ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം. വളരെ നല്ല മിസ്സാണ്. നമുക്ക് എത്ര ഡൗട്ട്സ് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും മിസ്സ് അത് പറഞ്ഞു തന്നാൽ പിന്നെയും നമുക്ക് ചോദിച്ചാൽ മിസ്സ് അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. സാജിദ മിസ്. പിന്നെ എൻട്രിയിൽ ഈ നമ്മുടെ ഷറഫുദ്ദീൻ സാറിൻ്റെ ക്ലാസ് ആയാലും വളരെ നല്ല ക്ലാസ്സുകളൊക്കെ തന്നെയാണ്, നമുക്ക് മനസ്സിലാവും. പിന്നെ വളരെ നല്ല എല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. അവിടുത്തെ കാര്യങ്ങളും ടീച്ചിങ് ആയാലും പിന്നെ ക്ലാസ്സസ് ആയാലും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഒരു കോഴ്സ് അനുഭവം ഷെയർ ചെയ്യാം. അതായത് ഇപ്പോൾ തുടങ്ങിയ തൊട്ട് ലാസ്റ്റ് എത്തുന്നവരെ എത്ര മാസത്തിനുള്ളിൽ കംപ്ലീറ്റ്, അതൊക്കെ ഒന്ന് കാണാം. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഇപ്പോഴും സ്റ്റിൽ ഡൗട്ട് ഉണ്ടായിരിക്കും. അത് അവർ പറയുന്ന സമയത്ത് തന്നെ നമ്മളെ കൊണ്ടെല്ലാം ഇപ്പം ക്ലാസ്സസ് ഓരോരോ ക്ലാസ്സസ് ഉണ്ടാവുമല്ലോ, അതവർ ഓരോ ദിവസവും ഷെയർ ചെയ്യും, അത് കാണുക. പിന്നെ അത് കഴിയുമ്പം അവർ തന്ന അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, അതും ആ സമയത്ത് തന്നെ തീർക്കുക. പിന്നെ അതുപോലെ അവർ പറയുന്ന ടീച്ചിങ് പ്രാക്ടീസ്, ടീച്ചിങ് എയ്ഡ്സ്, അതെല്ലാം ആ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്നെല്ലാം തീർക്കാം. അവർ തരുന്ന പരിപാടികളൊക്കെ നമ്മൾ കുറച്ച് പെൻഡിങ് ആക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു വേർഡനാവും. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല കോഴ്സാണ്. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മൾ തുടക്കം മുതലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലത്. തുടക്കം മുതൽ നമുക്ക് നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ തിരിച്ച് നമ്മളെ വിളിക്കും. അപ്പോൾ ആ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയും. പേയ്മെൻറ്റ് എങ്ങനെയാണ് സിംഗിൾ പേയ്മെൻ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡഡ് ആയിട്ട് ചെയ്യാം. പിന്നെ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ നമുക്ക് കുറച്ച് ഡെമോ ക്ലാസ്സസൊക്കെ കാണാൻ തരും, എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നെ തരും, എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ള. പിന്നെ അതിൻ്റെ ഓരോരോ ക്ലാസ്സുകളും അതിൻ്റെ തിയറി കേൾക്കാനും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനും എല്ലാം അവർ പറയുന്ന ഇതിൽ നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഗെറ്റ് ടുഗെദർ പോലെ ഒരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതും വളരെ നന്നായിട്ട് അത് വളരെ നല്ലതായിട്ട് എനിക്ക്
കുറച്ച് പേരെ പരിചയപ്പെടാൻ പറ്റി. ഷറഫുദ്ദീൻ സാറിനെ നേരിൽ കാണാൻ പറ്റി. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ കോഴ്സ് തിരഞ്ഞെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കോഴ്സ് പലതും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മുഴുവനായിട്ട് ചെയ്ത് അത് കരസ്ഥമാക്കണം. പിന്നെ അത് ചെയ്ത് പകുതി വഴിക്ക് പോവുകയല്ല വേണ്ടത്. അത് ഫുള്ളായിട്ട് അവർ പറയുന്ന പോലെ ആ ക്ലാസ്സസ് ഫുൾ അറ്റൻഡ് ചെയ്ത് ആ ടീച്ചിങ് പ്രാക്ടീസ് എല്ലാം കംപ്ലീറ്റ് ആക്കി. അപ്പം നമുക്കത് ആ രീതി, അപ്പം നമുക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരത് അതിനനുസരിച്ച് അവർ ഹാൻഡിൽ ചെയ്ത് തരും. നമുക്ക് എന്തെങ്കിലും ക്ലിനിക്സിലെ തിരക്കിനിടയ്ക്കോ അതിനിടയ്ക്കോ അല്ലെങ്കിൽ അവർ ആ വീഡിയോസ് നമുക്ക് പിന്നെ കാണാനുള്ള അവസരം ഉണ്ടാക്കി തരും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കവരോട് ചോദിക്കാം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് പോയത്. ഇതാണ് എൻ്റെ ഇളയ മോള് സഹ്റ ബിൻത് ഹാസിഫ്. ഇയാളാണ് എന്നെ ടീച്ചറാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കുറവുകളൊക്കെ തിരുത്തി ഞാൻ എങ്ങനെയാവണം, കുട്ടികളോട് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പഠിപ്പിക്കണം അല്ലേ, എല്ലാം എനിക്ക് പറഞ്ഞു തരുന്നത് ഇയാളാണ് അല്ലേ. നിങ്ങളുടെ വാവയാണ് അല്ലേ. ഹായ്. അമ്മ ഇത് പഠിച്ചപ്പോഴത്തേക്കേ വീട്ടിൽ വന്നതൊക്കെ മോണ്ടിസോറി കാര്യങ്ങളൊക്കെ അമ്മ പഠിച്ചത് നമ്മൾ കണ്ടായിരുന്നു, വീഡിയോയിൽ കണ്ടായിരുന്നോ? കണ്ടായിരുന്നല്ലേ. ഓക്കെ. അപ്പം വീട്ടിൽ വന്ന് അത് അമ്മ പഠിപ്പിക്കാറുണ്ടോ ആ കാര്യങ്ങളൊക്കെ മോണ്ടിസോറിയിൽ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അമ്മ മുമ്പേ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്ന് ഇപ്പം നല്ലതായിട്ട് മാറിയാണ് പഠിപ്പിക്കുന്നത് നമ്മളെ. ആരാവണം? ടീച്ചറാവണം അല്ലേ. ടീച്ചറാവണം. എത്ര വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്? 6 വയസ്സുള്ള കുട്ടികൾ. കറക്റ്റ് 6 വയസ്സുള്ള കുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ മതിയോ? കൊച്ചു കുട്ടികളെ ഒന്നും പഠിപ്പിക്കണ്ട. കുറച്ചുകൂടെ കുഞ്ഞു പിള്ളേരൊക്കെ നോക്കാൻ ഇഷ്ടമാണോ? വലിയ പിള്ളേരെ പഠിപ്പിക്കാൻ ഇഷ്ടമാണോ? ഇല്ല. കോളേജിലൊക്കെ പോയി പഠിപ്പിക്കാൻ ഇല്ല, അങ്ങനെ ഇഷ്ടമല്ല. സ്കൂളിലൊക്കെ മറ്റേ ഹൈസ്കൂളിലൊക്കെ ചേട്ടന്മാരൊക്കെ ഏജുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ അങ്ങനെ ഇഷ്ടമില്ല. കൊച്ചു പിള്ളേരെ നോക്കിയാൽ മതി. ഇത്തരത്തിൽ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. സഹ്റ മിസ്സിനെ പോലെ ഡെന്റൽ സർജനിൽ നിന്ന് അധ്യാപനം സ്വീകരിച്ചവർ, നേഴ്സ് പ്രൊഫഷനിൽ നിന്ന് അധ്യാപനം സ്വീകരിച്ചവർ, അതുപോലെ PGയും ഡിഗ്രിയും +2 കഴിഞ്ഞ് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വന്നവർ. നിങ്ങൾക്കും ഒരു മോണ്ടിസോറി ടീച്ചറാകാം. ഉടൻ തന്നെ എൻട്രി എലൈറ്റ് മോണ്ടിസോറി ജോയിൻ ചെയ്യും.